ഈ സ്കൂളിലെ നാട്ടുകാർ നമുക്ക് വളരെ അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു തരുന്നവരാണ്. നമുക്ക് ഓഡിറ്റോറിയം ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഒരു മോട്ടിവേഷൻ ക്ലാസ് 10ാം ക്ലാസ്സിൽ നടത്തിയ സമയത്ത് നമ്മളുടെ കുട്ടികൾക്ക് ഇരിക്കാൻ വേണ്ടി മദ്രസയാണ് നമുക്ക് വിട്ടു തന്നത്. അങ്ങനെ നമ്മുടെ നാട്ടുകാർ വളരെ സഹകരണത്തിലാണ്. അവരെയും ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ കുഞ്ഞുമക്കൾ എല്ലാ പരിപാടിയിൽ പങ്കെടുക്കുന്നവരെയും ഈ പരിപാടി നിയന്ത്രിക്കുന്നവരെയും ഈ പരിപാടിക്ക് കാണാനെത്തിയ ആസ്വാദകരെയും എല്ലാ മക്കളെയും സ്നേഹത്തോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മളുടെ ടീച്ചേഴ്സിനെ കുറിച്ച് എത്ര പറഞ്ഞാലും മതിയാവുകയില്ല. കാരണം നമ്മളുടെ ഈ സ്കൂൾ GHS വടശ്ശേരി ദേശീയ തലത്തിൽ അംഗീകാരം നേടി ജനശ്രദ്ധ ആകർഷിച്ച് ഞങ്ങളുടെയൊക്കെ HMമാരുടെ ഇടയിൽ പോലും വളരെ ചർച്ചാ വിഷയമായി പത്രങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഈ സ്കൂളിലെ കുട്ടികളുടെ നേട്ടങ്ങൾക്ക് പിറകിലുള്ളത് ഇവിടുത്തെ ടീച്ചേഴ്സ് തന്നെയാണ്. അവർ അഹോരാത്രം രാവും പകലും കഠിനമായി അധ്വാനിച്ചുകൊണ്ട് തന്നെയാണ് അവർ ഈ നേട്ടങ്ങളൊക്കെ നേടിയെടുത്തിട്ടുള്ളത്. ഇനിയും അവർ ഇത്തരം നേട്ടങ്ങൾ നമ്മളുടെ കുട്ടികൾക്ക് വേണ്ടി നേടിക്കൊടുക്കും എന്നുള്ളത് ഉറപ്പാണ്. അതോടൊപ്പം നമ്മളുടെ ഒരു വിശിഷ്ട അതിഥി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹം കുറച്ച് സമയം കഴിഞ്ഞിട്ടേ വരുള്ളൂ എന്നൊക്കെ പറഞ്ഞിരുന്നു. എന്തായാലും വളരെ സന്തോഷം, അദ്ദേഹം നേരത്തെ എത്തിച്ചേർന്നിട്ടുണ്ട്. നിങ്ങൾ കണ്ടു കാണും, യൂട്യൂബിലൊക്കെ വളരെ പ്രസിദ്ധനാണ്. യൂട്യൂബിലും പത്രത്തിലും ഒക്കെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. എൻ്റെ നാട്ടുകാരനാണ് ഹക്കീം പുൽപ്പറ്റ. നിങ്ങൾ അദ്ദേഹത്തിൻ്റെ പാട്ട് കേട്ടിട്ടുണ്ടോയെന്ന് അറിയില്ല. ക്ലാസ്സിൽ കുട്ടികളോടൊത്ത് പാട്ടുപാടി കുട്ടികളെ ആസ്വദിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കലാകാരൻ, മികച്ച ഗായകനാണ്. അദ്ദേഹത്തെ ആദരവോടുകൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ പരിപാടിയുടെ അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട രക്ഷിതാവും കാവനൂർ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻറ്റുമായ ഷഹർബാൻ ഷെരീഫ് മാഡമാണ്. അവരെ ആദരവോടുകൂടി അധ്യക്ഷ സ്ഥാനത്തേക്ക് ക്ഷണിക്കുന്നു. ശ്രദ്ധിക്കുക, നമ്മുടെ മുഴുവൻ വിദ്യാർത്ഥിനികളും ഈ ഒരു സദസ്സിൽ തന്നെ ഉണ്ട് എന്നുള്ളത് ടീച്ചേഴ്സ് ഉറപ്പുവരുത്തുക. നമ്മുടെ സമ്മേളനത്തിൻ്റെ സ്ഥാപനമാണിത്. കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. നമുക്കറിയാം, HM നിരവധി വികസന പ്രവർത്തനങ്ങൾ ഇവിടെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇടക്കാലത്ത് പിന്നെ ചില സമയങ്ങൾ അങ്ങനെയാണ്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഈ പഞ്ചായത്തിൻ്റെ ഭരണസമിതി ഏറ്റവും അവസാനത്ത് നിൽക്കുന്ന ഒരൊറ്റ സമയത്താണ് ഇപ്പോൾ നിലകൊള്ളുന്നത്. എന്തായാലും ഈ HM കുറച്ചു കാലം ഇവിടെ നിന്നാൽ ഈ സ്കൂളിൻ്റെ ഗതി ഒരുപാട് മാറ്റാൻ സാധിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അങ്ങനെ ഞാൻ പറയാൻ കാരണം, നമ്മൾ ഈ വിദ്യാഭ്യാസപരമായിട്ടുള്ള പല മീറ്റിങ്ങുകൾ വിളിക്കുമ്പോൾ പല ആളുകളെയും പല സ്കൂളിലെ അധ്യാപകരെയൊക്കെ നമ്മൾ വിളിക്കും, അല്ലെങ്കിൽ സ്കൂളിലെ ആളുകൾ പങ്കെടുക്കും. പക്ഷേ അടുത്ത കാലത്ത് നമ്മുടെ സ്കൂളിൻ്റെ പ്രാതിനിധ്യം ഇടക്കാലത്ത് കുറച്ച് കുറഞ്ഞു പോയിരുന്നു എന്നത് ഞാൻ പറയാതിരിക്കുന്നില്ല, കുറച്ച് കുറഞ്ഞു വരുന്നത്. ഇപ്പോൾ HM ആണെന്നുണ്ടെങ്കിൽ വളരെ കൃത്യമായിട്ട് അങ്ങോട്ട് ചോദിച്ച് ഓരോ വിഷയങ്ങളിലും ഇടപെട്ടുകൊണ്ട് വരിക. എന്തായാലും ഈ സ്കൂളിൻ്റെ വിദ്യാഭ്യാസ മുന്നേറ്റത്തിന് നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ ഈ അധ്യാപകർക്കും HMന്റെ നേതൃത്വത്തിലുള്ള അധ്യാപകർക്കും PTA കമ്മിറ്റിക്കും മറ്റു നാട്ടുകാർക്കും സാധിക്കട്ടെ. ഈ കലാപരിപാടി കലാമഞ്ജരി എന്ന പേരിട്ടുകൊണ്ട് നിൽക്കുന്ന ഈ കലാപരിപാടിക്ക് എല്ലാ ആശംസകൾ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. പ്രിയ സുഹൃത്തുമായ, അതിലുപരി ഈ കലാപരിപാടിയുടെ ഉദ്ഘാടനം കർമ്മം നിർവഹിക്കാൻ കൂടിയെത്തിയ KT അഷ്റഫ് അവർകൾ, വേദിയിലെ കാവനൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സെയ്ഫു, നമുക്ക് സ്വാഗതം ആശംസിച്ച നമ്മുടെ HM അംബിക ടീച്ചർ, PTA പ്രസിഡന്റ് മുഹമ്മദ് അവർകൾ, SMC ചെയർമാൻ കൃഷ്ണൻ അവർകൾ, MPTA പ്രസിഡന്റ് സബിന. തിരഞ്ഞെടുത്തതായാലും എങ്ങനെയായാലും അത് PTA-ക്കാരെടുത്ത് അത് ഏത് പരിപാടി ഉണ്ടെങ്കിലും വളരെ
സുന്ദരമായി കൈകാര്യം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന PTA അംഗങ്ങളാണുള്ളത്. രക്ഷിതാക്കൾ അതിലേറെ ഉഷാറാണ്. ടീച്ചറുടേതായി പ്രിൻസിപ്പാള് ക്ലാസ്സിൽ കയറി വരുമ്പോൾ തന്നെ ഫസ്റ്റ് ഇന്നെ കുറച്ച് നേരം നോക്കിയിട്ട് പിന്നെയാണ് മിസ്സിന് ഓടിയത്. മിസ്സിന് എന്തൊക്കെ ചെയ്യേണ്ടത് എന്നുള്ളത് മനസ്സിലാവണില്ല. അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ സാധാരണക്കാരായ ഒരാളാണ്. നാടിനും നാട്ടുകാർക്കും സമൂഹത്തിനും മാതാപിതാക്കൾക്കും ഒക്കെ നല്ല മക്കളായി വളരാൻ അവർക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. കലാമഞ്ചേരി 2K25 ഉദ്ഘാടന സമ്മേളനത്തിൽ അധ്യക്ഷ ഭാഷണം നിർവഹിച്ച പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷഹർബാൻ ഷെരീഫിനുള്ള കൃതജ്ഞത ഇവിടെ രേഖപ്പെടുത്തുന്നു. കലാമഞ്ചേരി 2K25 ഉദ്ഘാടനത്തിനായി ജനകീയ ജില്ലാ പഞ്ചായത്ത് മെമ്പർ KT അഷ്റഫ് സാഹിബിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാനീയ അധ്യക്ഷൻ, ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റും ഈ സ്കൂളിലെ രക്ഷിതാവ് കൂടിയായിട്ടുള്ള ഷഹർബാൻ, ഇവിടെ പ്രതിപാദിക്കപ്പെട്ട വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ്റെ സുഹൃത്ത് സൈഫുദ്ദീൻ, ഇവിടെ ഈ കുട്ടികളൊക്കെ നേരത്തെ വൈസ് പ്രസിഡന്റ് പറഞ്ഞാൽ സംസാരം കേൾക്കുന്നവരെ പാട്ട് കേട്ടാൽ ഇപ്പോൾ വേടം വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ ആളുകൾ തടിച്ചു പോകും. വേടന് കേസുണ്ടോ നോക്കുക. ഡെത്ത് വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ തൊപ്പി വരുന്നെന്ന് പറഞ്ഞാൽ ആളുകൾ അങ്ങനെയാണ്. ഒരു വ്ളോഗർ വരുന്നെന്ന് പറഞ്ഞാൽ ആ രീതിയിലാണ്. സാധാരണ പാണ്ടിക്കാട് കുഞ്ഞാനുള്ള എമ്മാണ്, മില്യൺ കണക്കിന് പിന്നെ ഫോളോവേഴ്സാണ്. എന്നാൽ ഇവിടുത്തെ സാധാരണ ഒരു പൊളിറ്റീഷ്യൻ ഉള്ളത് മില്യന് താഴെ എന്ന് പറഞ്ഞ സിസ്റ്റത്തിൽ അപ്പോൾ അവർ നിൽക്കുന്നത് ലക്ഷങ്ങളേ ഉള്ളൂ, മറ്റേ കോടികളാണ്. അപ്പോൾ ആ കാലത്തിൻ്റെ വിഷയം എവിടെ വെച്ചാൽ കുട്ടികൾ ഫോളോ ചെയ്യുന്ന രീതിയുണ്ട്, രക്ഷിതാക്കൾ ഫോളോ ചെയ്യുന്ന രീതിയുണ്ട്. കുട്ടികളെ പറഞ്ഞിട്ട് കാര്യമില്ല. എൻ്റെ മുന്നിലിരിക്കുന്ന രക്ഷിതാവ് ദിവസം കാണുന്ന നല്ല ന്യൂസുകളൊന്നുമല്ല, അല്ലെങ്കിൽ വിദ്യാഭ്യാസ പരിഷ്കരണ പദ്ധതികളല്ല. ഞാൻ ഉറപ്പിച്ച് പറയുന്നു, നിങ്ങൾ എന്ത് കരുതിയാലും നിങ്ങൾ ഒഴിവ് കിട്ടിയാൽ നിങ്ങളുടെ മൊബൈലിൽ നിങ്ങൾ കാണുന്ന നെറ്റ് ഉപയോഗിച്ച് നിങ്ങൾ കാണുന്നതൊക്കെയും നല്ല ബ്ലോഗേഴ്സില്ല ബ്ലോഗർമാരുടെ ചില വളിപ്പൻ, അതുപോലെ തന്നെ ഈ ചീന സംസാരങ്ങൾ നടത്തുന്ന ഇത്തരം പിന്നെ സംസാരങ്ങളായിരിക്കും കേട്ടുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ഇതിങ്ങനെ ആളുകളുടെ എണ്ണം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നത്. ഒരു തൊപ്പി വന്നിട്ട് തിരൂര് വന്നപ്പോൾ തിരൂര് ബ്ലോക്കായി എന്നാ പറയാം. അത് ഗൾഫ് രാജ്യങ്ങളിൽ പോലും അത്തരം കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ മുന്നിലുള്ള കുട്ടികളെ ഇപ്പോൾ പരിശീലിപ്പിക്കുക എന്ന് പറയുന്ന സംഭവമല്ല. ഈ മൾട്ടിപ്പിൾ പിന്നെ ഒരു ഇന്റലിജൻസ് എന്ന് പറഞ്ഞ സാധനം വരുന്നത്, അതാണ് കൈനറ്റിക് ഇന്റലിജൻസ് എന്ന് പറഞ്ഞ സാധനങ്ങളുടെ പുതിയ സിസ്റ്റത്തിൽ. കൈനറ്റിക് ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ ജനിതകമായ പരിശോധന നടത്തുവാനും ശാസ്ത്രീയമായ രീതിയിൽ അത് കണ്ടെത്താനും ആർക്ക് പന്തുകളിക്കാൻ കഴിയും. ഇപ്പം മെസ്സിയെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും, മെസ്സിനെ ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട കാര്യമില്ല. ഒരു മെസ്സിയെ നെയ്മറിനെ നമുക്ക് സൃഷ്ടിച്ചെടുക്കാൻ പറ്റും പരിശീലനം കൊടുത്താൽ. അതിന് എത്ര ആവശ്യവും 10,000 മണിക്കൂർ പന്ത് തട്ടാൻ പഠിപ്പിക്കണം എന്നാണ്. ഒരു നല്ല കലാകാരൻ ആരാണ് എന്ന് LP സ്കൂൾ നമുക്ക് ടീച്ചർ കണ്ടെത്താൻ പറ്റും. കൈനറ്റിക് ഇന്റലിജൻസ് എന്നതിന് പറയാം. ആ ഇന്റലിജൻസ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന പുതിയ നിർമ്മിത ബുദ്ധിയുടെ കാലഘട്ടങ്ങളിലെ ഓരോ സിസ്റ്റത്തിൽ വെച്ചിട്ടാണ് നമ്മൾ കാണുന്നത്. ടീച്ചേഴ്സ് ഇനി എന്താ വെച്ചാൽ മെന്റർമാരാണ്, അമ്മമാർ ഇനി മുതൽ മെന്റർമാരാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ മുമ്പിലുള്ള ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ ഭാഗ്യം ചെയ്തവരാണ്. 2010 ശേഷം ജനിച്ച എല്ലാ കുട്ടികൾക്കും 2024 വരെ ജനിച്ച എല്ലാ കുട്ടികൾക്കും ശരിക്കും പറയുന്ന ടെക്നോളജിക്കൽ ടേം എന്ന് പറയുന്നത് ആൽഫ ജനറേഷൻ എന്നാണ്. ഇനി വരാനിരിക്കുന്ന കുട്ടികൾക്ക് പറയുന്ന പേര് ബീറ്റയാണ്. അലക്സയുടെ, ആപ്പിളിന്റെ, അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ പുതിയ ടേമുകളുടെ സംഭവമാണ്. എൻ്റെ മുന്നിലുള്ള ടീച്ചർമാരെയല്ലേ കുട്ടി ആശ്രയിക്കുന്നത്. പണ്ട് ആശ്രയിച്ചത് ഗൂഗിളിനെയാണ്. ഗൂഗിളിനെ 2022 വരെ ആശ്രയിച്ച കുട്ടി 2022 പകുതി കഴിഞ്ഞപ്പോൾ അവരാശ്രയിച്ച ChatGPT ആണ്. ഒരു നല്ല പാട്ട് ChatGPT കൊടുക്കും, നല്ല പഠനം ChatGPT-യിലൂടെ കിട്ടും, നല്ല ആൻസർ കണ്ടെത്താൻ ChatGPT മതി. ChatGPT 4.5 ആയിരുന്നു കഴിഞ്ഞ 2 മാസം മുമ്പ് എങ്കിൽ മിനിയാന്ന് ഞാൻ നോക്കുമ്പം ChatGPT 5 എന്ന സിസ്റ്റത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പൊ ChatGPT-യെ മറികടക്കാൻ ഇതിന്റെ രംഗത്ത് വളരെ പ്രഗത്ഭനായ ഒരാൾ ചൈനയിലാണുള്ളത്. ഈ കുട്ടികൾക്കറിയുന്ന ടെസ്ലയുടെ CEO പിന്നെ അലൻ മോസ്ക് എന്നതിന് പറയാം. അലൻ മോസ്ക് ഇപ്പൊ കണ്ടെത്തിയ ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജിയുടെ ഗൂഗിൾ ടൂൾസിന്റെ AI ടൂൾസിന്റെ പേരാണ് കുട്ടികൾ മനസ്സിലാക്കുക, ഗ്രോക്ക് 3 എന്നതിന് പറയാം. അപ്പൊ ഗ്രോക്ക് 3യോട് മത്സരിക്കാൻ ക്ലോഡ് എന്ന് പറയുന്ന ഒരു 7 പുതിയ സിസ്റ്റം AI ഒന്നാണ് പറയുന്നത്. ഈ ഗ്രോക്ക് 3 ഇന്ന് കണ്ടെത്തിയ എല്ലാ AI ടൂൾസിനെയും മറികടക്കുന്നതാണ്.
ചാറ്റ് ബോട്ടിനെ, ചാറ്റ് GPT-യെ, ജെമിനിയെ, സോറയെ അടക്കമുള്ള സംഭവത്തെ മറികടക്കാവുന്ന ഏറ്റവും മനോഹരമായ ഒരു പുതിയ സിസ്റ്റത്തെയാണ് ഗ്രോക്ക് 3യിലൂടെ എലാൻ മസ്ക് പുറത്തുകൊണ്ടത്. അയാൾ തന്നെ കൊണ്ടുവന്ന വേറെ സാധനമുണ്ട്. എങ്ങനെ വെച്ചാൽ ഒരു കുട്ടിയുടെ സ്കില്ല് ലോകത്ത് എല്ലാവർക്കും കിട്ടും. ഗൂഗിൾ മാപ്പ് ഒരാൾ സെർച്ച് ഒരൊറ്റ ഗൂഗിൾ മാപ്പ് കോടാനുകോടി ആളുകൾ ദിവസേന സെർച്ച് ചെയ്യുന്നത് പോലെ ബ്രെയിൻ കമ്പ്യൂട്ടർ ഇന്റർഫേസ് എന്ന് പറഞ്ഞ ബയോളജി ടീച്ചേഴ്സിനെ അറിയാം. അവരുടെ തലച്ചോറുമായി ബന്ധപ്പെട്ട കാര്യമാണ്, ന്യൂറോലിങ്കുമായി ബന്ധപ്പെട്ട വിഷയമാണത്. അതിന് പറയുന്ന പേരാണ് ബ്രെയിൻ കമ്പ്യൂട്ടർ ഇന്റർഫേസ് എന്നാണ്. അതിനെ പേസ്റ്റ് ചെയ്ത് ഒരാളെ സ്കില്ലിനെ ലോകത്ത് എല്ലാവർക്കും പേസ്റ്റ് ചെയ്യാൻ പറ്റാവുന്ന സ്കില്ല് ഡെവലപ്മെന്റിന്റെ ഒരു കാലമായി ഈ കാലഘട്ടം മാറിയിട്ടുണ്ട്. 2030 ഈ ഇരിക്കുന്ന കുട്ടികൾ സ്കൂൾ ജീവിതം കഴിഞ്ഞ് കോളേജ് കഴിഞ്ഞ് ജോബിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇന്ന് കാണുന്ന 85% വരുന്ന ടീച്ചിങ് അടക്കമുള്ള ജോബുകൾ ഇല്ലാതെയാകും. പെട്രോൾ പമ്പുകൾ അടച്ചുപൂട്ടും. ഡ്രൈവർ ഇല്ലാത്ത കാർ വരാൻ തുടങ്ങും. മനോഹരമായ പാട്ടുപാടാൻ കുട്ടിക്ക് സെക്കൻഡുകളുടെ ട്രെയിനിങ് കൊണ്ട് കിട്ടും. കലയും അതുപോലെ തന്നെ കായികവും ലോകത്തെ ഏറ്റവും വലിയ സമ്പത്തായി മാറും. ആ സമ്പത്തായിരിക്കും വിദ്യാഭ്യാസത്തിൽ തെരഞ്ഞെടുക്കുന്നത്. ഇനി മുതൽ കായിക രംഗങ്ങളായിരിക്കും. ആ കലാകായിക രംഗത്തെ പ്രോത്സാഹിപ്പിക്കുന്ന അന്തർലീനമായി കിടക്കുന്ന ചില സർഗാത്മക സിദ്ധികളെ, ശേഷികളെ പുറത്തെടുക്കാനുള്ള രക്ഷിതാക്കളുടെ താല്പര്യത്തെ, കുട്ടികളുടെ അഭിമാന ബോധത്തെയാണ് ഈ ടീച്ചേഴ്സ് ഇത്തരം ദിവസങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഏറ്റവും മനോഹരമായ രീതിയിൽ ഇതിനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എൻ്റെ മുമ്പിലുള്ള കുട്ടികൾ നിങ്ങൾ ആലോചിക്കണം, ഏറ്റവും നല്ല കഴിവുള്ള കുട്ടികളാണ്. അവരെ രക്ഷിതാക്കളോട് സൂചിപ്പിക്കാറുണ്ട്, നിങ്ങൾ അവർക്ക് നിർദ്ദേശം കൊടുക്കരുത്, നിങ്ങൾ അവരെ പിന്നാലെ പോകരുത്. അവരെ പിന്നാലെ നിങ്ങൾ പോവേണ്ടത് അവർ വൈകറ്റുന്നുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. അവരെ നിങ്ങൾ ഉപദേശിക്കാൻ പോകരുത്. അവർ നിങ്ങളെക്കാളും വിവരമുള്ളവരാണ്. നിങ്ങളുടെ മൊബൈൽ കേട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ രാവിലെ എണീക്കുന്ന മുമ്പ് ആ കുട്ടിയെ കയ്യിൽ മൊബൈൽ കൊടുക്കുകയാണ്. 3 വയസ്സ് മുതൽ മുകളിലേക്കുള്ള കുട്ടി മൊബൈലിന്റെ പുതിയ ആപ്ലിക്കേഷൻ എടുത്തിട്ട് നിങ്ങൾക്ക് പരിഹരിച്ചു തരികയാണ്. പുതിയ ഗെയിം എന്ന് പറയുന്നത് അവർ കാണിച്ചു തരികയാണ്. പുതിയ ലോകം അവരുടെ ലോകമാണ്. അല്പ ജനറേഷൻ കണ്ടുപഠിച്ച ലോകമാണ്. അവരെല്ലാം കാണാൻ പോകുന്ന ലോകമാണ്. അവർ ലോകത്തെ ഏറ്റവും നല്ല ബുദ്ധിയുള്ള, ഏറ്റവും നല്ല സ്കില്ലുള്ള, ഏറ്റവും നല്ല ബോധകളായിട്ടുള്ള ആളുകളാണ്. അവർ ചെറുപ്പത്തിലെ പ്രായമായ പക്വതയുള്ളവരായിട്ട് മാറുകയാണ്. 7 വയസ്സ് 8 വയസ്സ് മുതൽ 13 വയസ്സിൽ 5 കൊല്ലം മുമ്പ് കിട്ടിയിരുന്ന ബുദ്ധി ഇപ്പൊ 8 വയസ്സിൽ കിട്ടുകയാണ്. 13 വയസ്സിൽ ആരംഭിച്ചിരുന്ന ബുദ്ധി വികസനം ഇപ്പൊ 13ഓടുകൂടി അവസാനിക്കുകയാണ്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി നിങ്ങൾ 30 വയസ്സുള്ള സഹോദരിമാരുടെ സഹോദരങ്ങളുടെ അത്ര പക്വത കാണിക്കുന്നവരാണ്. അവരോട് സംസാരിക്കേണ്ടത് നിങ്ങൾ പഠിക്കണം, അല്ലെങ്കിൽ തന്ത വൈഭാഗം തള്ള വൈഭാഗം. അത് കേവലം പ്രായവ്യത്യാസമല്ല. വൈബെന്ന് പറയുന്നത് പുതിയ കാലഘട്ടത്തിന്റെ ചിന്തകളുടെ വർണ്ണോത്സവങ്ങളാണ്. അതുകൊണ്ട് തന്നെ വൈബിനെ, അന്തരത്തെ മാറ്റി നിർത്താൻ കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ചെയ്യുക. അത് കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ചെയ്താൽ ലഹരിയിൽ നിന്ന് ഒരു മാറി കൊടുക്കും, വിദ്യാഭ്യാസം മുന്നോട്ട് പോകും, പുതിയ ജോബ് കൾച്ചർ കണ്ടെത്തും, പുതിയ സംസ്കാരം ഉണ്ടാകും, നമ്മൾ അനുസരിക്കും. ഇല്ലാത്ത പക്ഷം അവർ അനുസരിക്കാത്തവരായിട്ട് മാറുമ്പോൾ അവരല്ല തെറ്റിയത്, നമ്മളാണ് തെറ്റിയതെന്ന ബോധോദയം നമുക്കുണ്ടാകണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ കലയും അതുപോലെ തന്നെ നന്മയും വിദ്യാഭ്യാസവും ഒക്കെ കൂടിക്കലരുന്ന ഒരു വലിയ മഹോത്സവമായി മാറുന്ന ഈ ആഘോഷത്തെ അഭിനന്ദിച്ചുകൊണ്ട് മറ്റു കാര്യങ്ങളൊന്നും പറയുന്നില്ല. ഇത് തന്നെ അധികരിച്ചു എന്ന് എനിക്കറിയാം. പക്ഷെ അമ്മമാരെ, രക്ഷിതാക്കളെ കിട്ടിയതുകൊണ്ട് ചില കാര്യങ്ങൾ സൂചിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഈ കുട്ടികൾ ഇത് 1% പോലും കേട്ടിട്ടില്ല. പക്ഷെ അവർ കഥ പറഞ്ഞു കൊടുത്താൽ, അവർക്ക് പാട്ട് പാടി കൊടുത്താൽ അതവർ കേൾക്കുമെന്നുള്ളതാണ്. എങ്ങനെയെങ്കിലും ശ്രമിച്ച് പാട്ടുപാടാൻ ശ്രമിച്ചിരുന്നു. പക്ഷെ ഹക്കീമോടുള്ളതുകൊണ്ട് അതിന്റെ ഭീഷണിയായി എന്നതുകൊണ്ട് തന്നെ ഹക്കീമിനെ അതിലേക്ക് വിട്ടുകൊടുത്തുകൊണ്ട് ഈ പരിപാടിയിലേക്ക് എന്നെ ക്ഷണിച്ച ഇതിന്റെ PT-യെ എല്ലാവരെയും ഹൃദ്യമായ അഭിവാദം ചെയ്തുകൊണ്ട്, നിങ്ങളുടെ പ്രശ്നങ്ങൾ ഇവിടെ ഏറ്റെടുക്കാൻ എനിക്ക് സാധ്യമല്ല. പക്ഷെ നിങ്ങളുടെ മെമ്പറുടെ മുമ്പിൽ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ മുമ്പിൽ, പഞ്ചായത്ത് പ്രസിഡന്റിന്റെ മുമ്പിൽ, ബന്ധപ്പെട്ടവരുടെ മുമ്പിൽ ഇതിന്റെ പ്രോജക്റ്റ് നിങ്ങൾ പറയാതെ തന്നെ ഏതൊക്കെ രീതിയിൽ ഒരു ആശയത്തെ നിർമ്മിച്ചു കൊടുക്കാൻ പറ്റുമോ അത് രേഖപ്പെടുത്തി നിങ്ങളുടെ കയ്യിലേക്ക് തന്നെ ഞാൻ 2 ദിവസത്തിനകം നൽകാമെന്ന് മാത്രം സൂചിപ്പിച്ച് ഇത് മാത്രം അവസാനിപ്പിക്കുന്നു. ഇതിന്റെ ഉദ്ഘാടന കർമ്മം നിങ്ങളുടെ ഒക്കെ സമ്മതത്തോടുകൂടി പിഞ്ചു മനസ്സുകളുടെ സർഗശേഷിയുടെ മനസ്സിന്റെ ആ താല്പര്യത്തിനനുസരിച്ച് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നു. ജയ് ഹിന്ദ്. കലാമഞ്ചേരിയുടെ ഉദ്ഘാടനം നിർവഹിച്ച ജില്ലാ പഞ്ചായത്ത് മെമ്പർ